പ്രിയമുള്ളവരെ, ചെറുശ്ശേരി ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു രോമാഞ്ചവും അഭിമാനവുമാണ് ഉള്ളത്. ആ മഹാന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കൊണ്ടോട്ടിയിലെ സ്ഥാപനമാണ് സൈനുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി. അപ്പോൾ അവിടുത്തെ ദീനത്തുൽ ഉലമ സ്റ്റുഡൻറ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുറെ വിദ്യാർത്ഥികൾ കാസർകോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കാസർകോടിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒക്കെ ചരിത്രം, സാമൂഹിക പശ്ചാത്തലം ഒക്കെ പഠിക്കുക എന്നതാണ് അവരുടെ യാത്ര കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാസർകോട് അവരെത്തി, അവരുമായി സംവദിക്കാനുള്ള ഒരു അവസരമുണ്ടായി. വളരെ മിടുക്കന്മാരാണ് അവർ എന്ന് അവരുമായി ഒരു 15-10 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നന്മകളും ശോഭനമായ ഒരു ഭാവിയും ഞാൻ ആശംസിക്കുകയാണ്. കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചറിഞ്ഞു. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവർക്ക് കാസർഗോഡ് ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാസർഗോഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ സന്ദേശവുമായി കേരളക്കരയിലെത്തിയ മാലിക്കുനാർ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മാലിക്കുനാർ ജുമാ മസ്ജിദ് ഈ കാസർഗോഡാണുള്ളത്. ആ പുണ്യ ഗേഹം, പുണ്യ മസ്ജിദ് അവർ സന്ദർശിച്ചു. അതുപോലെ തന്നെ മറ്റ് ബേക്കൽ കോട്ട അവർ സന്ദർശിച്ചു. അപ്പോൾ അവർക്ക് ഇപ്പോൾ കാസർഗോഡ് വിടാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാസർഗോഡിന്റെ പ്രത്യേകത അതാണ്. കാസർഗോഡ് വന്ന ആളുകൾ, കാസർകോട്ടെ ജനങ്ങളുമായി പരിചയപ്പെട്ട ആളുകൾ, കാസർകോട്ടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകാനും ഒരിക്കലും ആഗ്രഹിക്കുക. അത് കാസർകോട്ടുകാരുടെ ആതിഥ്യ മര്യാദയുടെ ഭാഗമാണ്. കാസർകോട്ടുകാരുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് 7 ഭാഷകളുടെ ഒരു നാടാണ്. അതുപോലെ തന്നെ വിവിധ മതങ്ങൾ ഇവിടെയുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ ജാതികളുണ്ട്. കേരളത്തിൽ ഒരിടത്തും, ഇന്ത്യയിൽ തന്നെ ഈ ഒരു സവിശേഷത ഉള്ള ഒരു പ്രദേശം നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഇന്ത്യക്ക് ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്കുള്ള പ്രത്യേകത അത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തുള്ളതുപോലെ ഇത്രമാത്രം മതങ്ങളും ജാതികളും ഭാഷകളും വേറൊരു രാജ്യത്ത് കാണാൻ സാധിക്കില്ല. വൈവിധ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ കൊച്ചു എന്റെ സഹോദരന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അവർ കാസർഗോഡ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഇപ്പോൾ പഠിച്ചതല്ല, കണ്ടതല്ല കാസർഗോഡ്, ഇനി പഠിക്കാനും കാണാനുമുള്ളതാണ് കാസർഗോഡ് എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അവർ കാസർഗോഡ് വരണം. എനിക്കുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത് അവരുമായി ഒരു 10 മിനിറ്റ് എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത പ്രാവശ്യം അവർ വരുമ്പോൾ തീർച്ചയായും ഞാൻ മണിക്കൂറുകളോളം അവരോട് ചെലവഴിക്കും. അതിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.